എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പുഴയുടെ അടുത്താണ്. നമ്മുടെ കൂടപ്പുഴ ആറാട്ടുകടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്രമാതീതമായിട്ട് വെള്ളം ചാലക്കുടി പുഴയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 മണിക്ക് ആറങ്ങാലിയിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ച് 5.17 മീറ്ററാണ് ചാലക്കുടി പുഴയിലെ ജലനിരപ്പുള്ളത്. കിഴക്കൻ മലനിരകളിൽ വലിയ ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിവർ ബേസിനിൽ ഡേഞ്ചറസ് ലെവൽ ക്രോസ് ചെയ്തിരിക്കുകയാണെന്നുള്ള അറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ കൂടപ്പുഴ തടയണയുടെ അവിടെ ഇത്രത്തോളം വെള്ളം വന്നിരിക്കുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെട്ടുകടവ് പാലത്തിൻ്റെ ഏകദേശം അടിമുട്ടാറായി ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പരിയാരം പഞ്ചായത്തിലെ കമ്മളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വെള്ളം കയറി. അവിടെ 8ഓളം വീടുകളുണ്ട്. ആ ഒരു വീട്ടിലെ വെള്ളം കയറി. അതിനെ തുടർന്ന് അവരെ ബന്ധു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേലൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള ഡിവൈൻ ഉന്നതി പ്രദേശങ്ങൾ, അതുപോലെ തന്നെ എരുമപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുഴയിൽ ക്രമാതീതമായി വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ ഒരു നിർദ്ദേശങ്ങൾ ചെന്നിട്ടുണ്ട്. കരുതലോട് കൂടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കൂടപ്പുഴ ഈ തടയണയുടെ അവിടെ ആയിരുന്നാലും ചാലക്കുടി വെട്ടുകടവ് പാലത്തിൻ്റെ അവിടെ തന്നെ ആയിരുന്നാലും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനിയും ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും സ്ലൂയിസ് വാൽവ് തുറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറേയും കൂടി വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ സ്ലൂയിസ് വാൽവ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനവും വന്നിട്ടില്ല. മഴയുടെ ശക്തി കുറയുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ വെള്ളം ഒരു ഡേഞ്ചറസ് ലെവലിലുള്ള സ്ഥിതിവിശേഷം മാറും. പക്ഷേ മഴ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. Yes.